പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 16 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഈ മാസത്തിന്റെ പുതിയ ഒരു വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം, ശുശ്രൂഷകൾ, മറ്റ് കാര്യാദികളെല്ലാം തന്നെ വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 8 and 9 നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതും പരാമർശിച്ചിരിക്കുന്നതും ആരെക്കുറിച്ചാണ് എന്ന് നമുക്കേവർക്കും പരിചിതമാണ്. ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവെന്ന പുരോഹിതൻ അഹരോന്റെ മകളായിരിക്കുന്ന എലിസബത്തിനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ധന്യമായ പൗരോഹിത്യ ശുശ്രൂഷയും ചെയ്തു വന്നു. നാം 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവിക നിയോഗം കൽപ്പന അനുസരിച്ച് ദൈവസന്നിധിയിൽ അവർ നീതിയുള്ളവരായിരുന്നു, ഒരു വിധത്തിലും കുറ്റമില്ലാത്തവരായിരുന്നു. ചുരുക്കത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം മാത്രമല്ല, അവരുടെ ആത്മീയ ജീവിതം, വിശുദ്ധ ജീവിതം, ശുശ്രൂഷ ജീവിതം എല്ലാം തന്നെ അനുഗ്രഹീതമായിരുന്നു, ധന്യമായിരുന്നു. എന്നാൽ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർക്ക് മക്കളില്ല, അഥവാ എലിസബത്ത് വന്ധ്യ ആയിരുന്നത് കൊണ്ട് അവർക്ക് തലമുറയില്ല. അവർ ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഇതാണ് വിശുദ്ധ വചനത്തിൽ ഇവരെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം വായിച്ചു കേട്ട 8-9 വാക്യങ്ങളിൽ. അവരുടെ അവസ്ഥ ഇതായിരുന്നു എങ്കിലും എന്തായിരുന്നു? അവർ അബിയാക്കൂറിൽ ഒരു പുരോഹിതനാണ്, ധന്യമായ ജീവിതം, വചനപ്രകാരം ഒരു കുറ്റവും അവരെ പറയുവാനില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ തലമുറയില്ല എന്നുള്ള വേദനയും അവരെ അലട്ടിയിരുന്നു. ഇങ്ങനെ ധന്യമായ സാക്ഷ്യമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവം തലമുറയില്ല. എന്നിട്ടും അവർ തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ തന്നിൽ ഏൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷ താൻ ചെയ്തുകൊണ്ട് വന്നപ്പോൾ കൂറ് ക്രമപ്രകാരം ഓരോ കൂറുകൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവർക്ക് ലഭിക്കേണ്ട സമയം വന്നപ്പോൾ ഇതാ സെക്കരിയാവിന് നറുക്കു വീണു. ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. നറുക്കു വീണ് അനുഗ്രഹം പ്രാപിച്ചത് കുഞ്ഞിനെ കിട്ടുന്നതിന് ഏത് സമയത്താണ് എന്ന് നാം ഓർക്കണം. നമ്മളൊക്കെ ദൈവത്തിൽ നിന്നും അനുഗ്രഹമൊക്കെ പ്രാപിച്ച് ദൈവം
എനിക്ക് ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യാം. എനിക്ക് ജോലി ലഭിച്ചാൽ ആദ്യത്തെ ശമ്പളം കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് പോയാൽ ഇന്നത് ചെയ്യാം. പക്ഷേ സെക്കരിയാവും എലിസബത്തും ദൈവത്തോട് ഒരു കണ്ടീഷനും വെക്കാതെ തങ്ങൾക്ക് ദുഃഖവും പ്രയാസവും ഒരു പൈതലില്ലാത്ത വേദനയും ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുത്തിയില്ല. അവർക്ക് അനുഗ്രഹം വാങ്ങി കയ്യിൽ വെച്ചിട്ടോ ദൈവത്തോട് കണ്ടീഷൻ വെച്ചിട്ടോ അല്ല അവരുടെ ശുശ്രൂഷ ചെയ്തത്. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായ തലമുറയില്ല എന്നുള്ളത് അവരെ അലട്ടുകയും അവർ പ്രായം ചെന്നവരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടും അവർ ഒരു പരാതിയും കൂടാതെ അവർ ശുശ്രൂഷ ചെയ്തു. അവർക്ക് സ്വർഗത്തിലെ ദൈവം ഒരു ദിനം ഒരുക്കി വെച്ചിരുന്നു. അതെ, കൂറിന്റെ ക്രമപ്രകാരം അവിടെ ദേവാലയത്തിനകത്ത് ധൂപം കാട്ടുവാൻ സെക്കരിയാവിന് നറുക്കു വന്നു. ഡിസംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ നാളുകളായി നിങ്ങൾ ചില പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. ഭാരം, വേദന, നിരാശ, സങ്കടം ഇവയൊക്കെ ഉണ്ട്. പലരും നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും ഇത്ര കൂട്ടായ്മയ്ക്ക് പോയിട്ടും ഒരു കുർബാന പോലും വിടാതെ ഒരു ആരാധന പോലും മുടങ്ങാതെ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്ത് ഗുണമായുണ്ടായത്? നിങ്ങളുടെ അവസ്ഥ ഇതല്ലേ? നിങ്ങളോട് കൂടെ കൂട്ടായ്മയിൽ വന്നവർ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ? നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ? അതും വേണ്ട, പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളോട് ചോദിച്ചിട്ടില്ലേ? അമ്മ അല്ലെ അപ്പൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വേദപുസ്തകം കൊണ്ട് നടന്നിട്ടും എന്തു ഗുണമാ? എനിക്ക് വിദേശത്ത് പോകാൻ ഒരു വീസ കിട്ടിയോ? പോയിട്ട് എന്റെ കാര്യം ശരിയായോ? ഞാൻ ബാച്ചലർ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടിയോ? അമ്മയുടെ ദൈവം എന്തിയെ? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കാറുണ്ട്. പലരും ഇങ്ങനെയുള്ള ചോദ്യം അഭിമുഖീകരിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇങ്ങനെയുള്ള നിന്ദയും പരിഹാസവും ദുഷിയും വേദനയും ഉള്ളപ്പോഴും അവിടെ നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കരുത്, നിർത്തരുത്, പിറുപിറുക്കരുത്, പിന്തിരിയരുത്. സെഖര്യാവ് ചെയ്തതുപോലെ പുരോഹിത ശുശ്രൂഷ ചെയ്യണം. കാരണം തമ്പുരാൻ നമുക്കൊരു ദിനം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ ദിനം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയം അത് നിലച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും നമ്മുടെ കരങ്ങളിൽ തരുവാൻ മതിയായവൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം എടുത്തു പറയുവാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾ ദൈവനാമത്തിൽ ഒരു പാത്രം ദാഹജലം കൊടുത്തത്, ഭവനം വിട്ടുകൊടുത്തത്, വാഹനം കൊടുത്തത്, കൂട്ടായ്മയ്ക്ക് പോയത് നഷ്ടമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതിനെല്ലാം തമ്പുരാൻ നിശ്ചയമായും ഒരു ദിനം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സെഖര്യാവിന് ആ നറുക്കു വീണു. നാം വായിക്കുന്നുണ്ട്, യേശുവിന്റെ മുന്നോടിയായി സ്നാപക യോഹന്നാനെ ജന്മം കൊടുക്കുവാൻ ഹല്ലേലൂയ സെഖര്യാവിനും എലിസബത്തിനും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. അവരുടെ നിന്ദയെ മാറ്റി, അവരുടെ പരിഹാസത്തെ മാറ്റി, അവരുടെ ശുശ്രൂഷയെ ദൈവം മാനിച്ചു. ഇന്ന് ചില വിഷയങ്ങളുടെ മധ്യേ വ്യാകുലപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അവസ്ഥ മറ്റാർക്കും അറിയത്തുമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ ചിരിക്കുന്നു, സന്തോഷം പങ്കിടുന്നു, എല്ലാത്തിലും പങ്കുചേരുന്നു. പക്ഷേ ഉള്ളിനകത്തെ നീറ്റൽ, സങ്കടം,
സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അതെ, സെക്കരിയ പുരോഹിതൻ നാളുകളായി ശുശ്രൂഷ ചെയ്യുമ്പോഴും എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ അനന്തരാവകാശിയായി ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആരുമില്ലല്ലോ എന്നുള്ള ഭാരം തന്നെ അലട്ടിയിട്ടുണ്ടാവാം. നാം അത് അറിയുന്നില്ല. പക്ഷേ ഉള്ളിന്റെ വേദന അറിയുന്ന ദൈവം സെക്കരിയാവിന് ഒരു ദിനം ഒരുക്കി വെച്ചു. ആ ദിനം കൂറിന്റെ ക്രമപ്രകാരം ഇതാ സെക്കരിയാവിന് വരികയും ചെയ്തു. അതൊരു വലിയ വിടുതലായി, അനുഗ്രഹമായി. ഹല്ലേലൂയ. മച്ചി എന്ന് വന്നവൾക്ക് ഇത് 6-ാം മാസമെന്ന് ദൂതൻ പ്രഖ്യാപിക്കത്തക്കവണ്ണം ഒരു വിടുതലിലേക്ക് എത്തി. നിങ്ങൾ ഇനിയും നന്നാകുകയില്ല, അനുഗ്രഹം പ്രാപിക്കുകയില്ല, വിദേശത്ത് പോകുകയില്ല, ഭവനപടി പൂർത്തീകരിക്കുകയില്ല, നിങ്ങളുടെ വിസ ശരിയാകത്തില്ല, നിങ്ങളുടെ മകൻ ശരിയാവുകയില്ല, നിങ്ങളുടെ മകൾ ഇങ്ങനെ നിന്നു പോവുകയുള്ളൂ. ഇങ്ങനെയുള്ള ശാപവാക്കുകൾ എന്നെയും നിങ്ങളെയും നോക്കിയും നോക്കാതെയും ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കുള്ളവർ തന്നെ, നമ്മോട് കൂടെ കൂട്ടായ്മ കൂടുന്നവർ തന്നെ പാത്തും പാക്കാതെയും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. രഹസ്യമായും പരസ്യമായും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരെ നോക്കി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നമുക്കൊരു ദിനം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സെക്കരിയാവിന് നറുക്കു വീണതുപോലെ എന്റെ നിങ്ങളുടെ നിന്ദ മാറ്റുവാൻ, സങ്കടം മാറ്റുവാൻ, കണ്ണുനീര് മാറ്റുവാൻ, വിഷമം മാറ്റുവാൻ. 42-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാര് പറയുന്നത് പോലെ നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം ചോദിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. അതെ, അങ്ങനെയുള്ള വേദനയിൽ കൂടെ കടന്നു പോകുന്ന പിതാവേ, മാതാവേ, സഹോദരി, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സെക്കരിയാവിന് ഒരുക്കി വെച്ചതുപോലെ ഒരു ദിനം ഹല്ലേലൂയ തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. ആ നറുക്ക് ഇന്നായി തീരുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേലുള്ള ശാപദോഷങ്ങൾ മാറിപ്പോകട്ടെ, അന്ധകാര കെട്ടുകൾ മാറട്ടെ, ദുഷ്ടന്റെ അധീനതകൾ മാറട്ടെ. നിങ്ങളുടെ മേലുള്ള, നിങ്ങളുടെ തലമുറ മേലുള്ള ദുഷ്ടൻ അവകാശം വെച്ചിരിക്കുന്ന സകല പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ഇന്ന് ഒരു വിടുതലിന്റെ നറുക്ക് വീഴുന്ന ദിനമായി തീരട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളെ വിട്ട് ദൂരെ ആയിരിക്കാം, മൈലുകൾക്കപ്പുറമോ കടലുകൾക്കപ്പുറമോ ആയിരിക്കാം. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു വിടുതലായി ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര ദൂരെയാണെങ്കിലും, എത്ര ഘനമേറിയതാണെങ്കിലും, എത്ര ഭീകരമാണെങ്കിലും അതിന്മേൽ വിടുതലായി ഭവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ. പ്രിയ ദൈവജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ, വേദനയിന്മേൽ, സങ്കടത്തിന്മേൽ, നിന്ദയിന്മേൽ, ഹല്ലേലൂയ, നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയത്തിന്മേൽ നറുക്കു വീഴുന്ന ധന്യദിനമാവട്ടെ. അങ്ങനെ ജീവിതത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ പരിപാലിച്ച് ഇന്നത്തെ ദിനം വിടുതലോടെ, സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ധന്യമായ വചനത്തിനായി സ്തുതിക്കുന്നപ്പാ. സെക്കരിയാവിനും എലിസബേത്തിനും ദൈവസന്നിധിയിൽ നീതിയുള്ളവരെന്ന് സാക്ഷ്യമുണ്ടായിട്ടും അവർ കർത്തൃ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തിട്ടും അവർ തലമുറയില്ലാതെ വേദനിക്കുന്നവരും അവരുടെ പ്രായം അതിവേഗം കടന്നുപോയവരുമായിരുന്നു. എങ്കിലും അവരുടെ വേദനയും സങ്കടവും ഒക്കെ നിലനിൽക്കെ അവർ ദൈവസ്ഥലിൽ തങ്ങളെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തു വന്നപ്പോൾ ദൈവം അവരെ മാനിച്ചു. അവർക്ക് വേണ്ടി തമ്പുരാൻ ഒരു നറുക്ക് കൊടുത്തതിനായി സ്തോത്രം, ഒരു ദിനം ഒരുക്കിയതിനായി സ്തോത്രം. അതവർക്ക് വിടുതലായി തീരുവാൻ യേശുവിന് വഴിയൊരുക്കുന്ന
സ്നാപക യോഹന്നാന് ജന്മം കൊടുക്കുവാൻ ദൈവരെ തിരഞ്ഞെടുത്ത ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങൾ നിന്ദിക്കപ്പെട്ട, പഴിക്കപ്പെട്ട, ദുഷിക്കപ്പെട്ട, വേദനിക്കപ്പെട്ട, സങ്കടപ്പെട്ട, കരയപ്പെട്ട ഞങ്ങളുടെ വിഷയത്തിന്മേൽ അപ്പൻ ഞങ്ങൾക്കൊരു നല്ല ദിനം ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതി വെച്ചിരിക്കാൻ സ്തോത്രം. ആ ദിനം ഇന്നാക്കി തീർക്കുവാൻ അവിടുന്ന് പ്രസാദം തോന്നണമേ. വിവിധ വിഷയത്തിൽ ഭാരപ്പെട്ട് വേദനയോടെ ഈ ദൈവജനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം പ്രസാദിക്കണം. അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വിടുതലിന്റെയും ദിനമാക്കി തീർക്കണം. എല്ലാ സ്വർഗീയ കൃപകളാൽ നിറച്ചു കൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്റെ പ്രിയപ്പെട്ടവർ ആവർത്തിച്ചു വായിക്കണം. എന്നിട്ട് ഈ ദൈവജനം നിങ്ങൾ കേൾക്കണം. വചനം നിങ്ങളോട് ഹൃദ്യമായി ഇടപെടും. നിങ്ങൾ ചില ചോദ്യങ്ങളുടെ മുമ്പാകെ വിഷണരായി നിന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മുമ്പാകെ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവരോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും ആത്മനിറവോടെ പറയണം, മകനെ, മകളെ, സഹോദര, സഹോദരി, നമ്മുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുക. നിശ്ചയമായും ദൈവം ഒരു ദിനം ഒരുക്കിയിട്ടുണ്ട്. അത് വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സ്തോത്രത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ദിനമാണ്. ആ ദിനം ജീവജലത്തിന്റെ ശ്രോതാക്കളായ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം ഇന്നാക്കി തീർക്കട്ടെ, വരുന്ന ദിനങ്ങളിലാക്കി തീർക്കട്ടെ. നിങ്ങളുടെ വിഷയത്തിന്മേൽ അപ്പൻ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ധന്യദിനമാക്കി തീർക്കട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.